വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അവിടുന്ന് ഉമ്മത്തിന് വലിയ കാവലാണ്. തങ്ങളവരെ കൂട്ടത്തിൽ നിലനിൽക്കേ അല്ലാഹു ഉമ്മത്തിനെ ശിക്ഷിക്കുകയില്ല. ഈ ഉമ്മത്തിന് വലിയൊരു കാവലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് സുരക്ഷിതത്വമാണ് അല്ലാഹു നമുക്ക് നൽകിയത്, അതിലൊന്നാണ് ബാക്കിയുള്ളത്. ആ ആയത്തിന്റെ തൊട്ട് താഴെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുന്ന ഒരു സമൂഹം ബാക്കി നിൽക്കെ അല്ലാഹു തആല അദാബ് നൽകൂല. അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വലിയ ദിക്റാണ്. അമ്പിയാക്കൾ മൊത്തം ചൊല്ലിയ ദിക്റുകളെ കൂട്ടത്തിൽ ഒരു ദിക്റും കൂടിയാണ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നിസ്കാരം കഴിഞ്ഞിട്ടും ആവർത്തിച്ച് ചൊല്ലേണ്ട ദിക്റല്ലേ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബ. എത്ര വലിയ ഇസ്തിഗ്ഫാറാണ് നിസ്കാരം കഴിഞ്ഞിട്ടാ ചോദിക്കുന്നത്. ആവർത്തിച്ച് ചൊല്ലണം 3 പ്രാവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ടും 3 തവണ ആവർത്തിച്ച് ചൊല്ലിയിരുന്ന ദിക്റാണത്. ഇസ്തിഗ്ഫാറിന് വലിയ മഹത്വം ഉണ്ട്. ഇസ്തിഗ്ഫാർ സഹോദരങ്ങളെ നമുക്കുള്ള കാവലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുന്ന ഏതെങ്കിലും ഒരൊറ്റ മെമ്പർ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാർക്ക് മൊത്തം അത് സുരക്ഷിതത്വമാണ്. ആ നാട്ടുകാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം മാത്രമല്ല, ആ നാട്ടുകാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല, ആ നാട്ടിലെ ജീവജാലങ്ങളില്ലേ, ആ നാട്ടിലെ കൃഷിയിടമില്ലേ, ആ നാട്ടിൽ ജീവിക്കുന്ന പ്രാണികളില്ലേ, ഇഴജന്തുക്കളില്ലേ, ഒരുപാട് സമുദായങ്ങളില്ലേ, എല്ലാവർക്കും കാവലാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത്തായത്തിന്റെ നേരത്ത് ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഖുർആൻ പഠിപ്പിച്ചില്ലേ, മുഅ്മിനീങ്ങൾ അത്തായത്തിന് എഴുന്നേറ്റാൽ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ മഹാനവർകൾ ദുആർക്കും. തഹജ്ജുദിന്റെ വിവിധ ദുആ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ദുആ കഴിഞ്ഞാൽ പിന്നെ സുബ്ഹി വാങ്ക് കേൾക്കുന്നത് വരെ മഹാനവർകൾ ചൊല്ലിയിരുന്ന ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന് ഏത് സമയത്ത് ചൊല്ലുന്നതിനേക്കാളും മഹത്വം കൂടുതലുണ്ട്. അത്തായത്തിന്റെ നേരത്തുള്ള ഇസ്തിഗ്ഫാർ വലിയ പരിഗണനയാണ്. തെറ്റ് ചെയ്ത നമ്മുടെ ജീവിതം ശുദ്ധമായി കിട്ടാൻ ഒരു 10 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലാനൊക്കുമോ? സുബ്ഹിന്റെ മുമ്പുള്ള ടൈമാണ് അത്തായത്തിന്റെ ടൈം. സുബ്ഹാനല്ലാഹ്, ആ നേരത്തെ ഇസ്തിഗ്ഫാറിന് വലിയ സന്തോഷമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയം ബാക്കി കിട്ടുന്നുവെങ്കിൽ കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലണം. മുഅ്മിനീങ്ങളെ അടയാളങ്ങൾ ഖുർആനിൽ എണ്ണിപ്പറഞ്ഞിടത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു ഈ അടയാളം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. എന്താണ് സഹോദരന്മാരെ ദിക്റിന് ഇത്ര വലിയ പരിശുദ്ധി കിട്ടാനുള്ള കാരണം? ദിക്ർ അല്ലാഹുവിനെ ഓർക്കുന്നതിന്റെ കാരണമാണ്. പടച്ച റബ്ബിനെ ഓർമ്മയുണ്ട് എന്നാ ദിക്ർ ചൊല്ലുന്നതിന്റെ അർത്ഥം. ഒരാൾ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെ, അയാളിങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞു അല്ലാഹ്, ഒന്ന് കിടന്നപ്പോ പറഞ്ഞു അല്ലാഹ്, നടന്നിട്ട് കുറെ നേരം കുഴങ്ങിയപ്പോ അയാളെ നാവിലൂടെ വന്നു അല്ലാഹ്. വലിയ ദിക്റല്ലേ അത്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ മഹ്ശറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു,
മഹ്ശറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഒരാളെ ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു. അയാളെ മനസ്സിന്റെ പേടി കൂടുതലായി, മുഖത്തിന്റെ നിറക്ക മാറിപ്പോയി. മീസാന് കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മീസാന് ഹസനാത്തിന്റെ തട്ട് കനം തൂങ്ങിക്കണ്ടാൽ ആ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല. ഹസനാത്തിന്റെ തട്ട് ഇങ്ങനെ കനം കുറഞ്ഞ് തിന്മയുടെ തുലാസ് ഇങ്ങനെ കനം കൂടി വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം മാറുന്നു, വിഷമം കൂടി വരുന്നു, വാക്കുകൾ ലഭിക്കാതെ തപ്പിത്തടയുന്നു. അപ്പോഴതാ ഒരു അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു. വന്നിട്ട് സഹോദരങ്ങളെ, നമ്മുടെ സിം കാർഡില്ലേ, ചെറിയ സിം കാർഡ് പോലെയുള്ളൊരു ബിത്താഖ, ചെറിയ ഒരു കാർഡ് ഈ ഹസനാത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു. ഹസനാത്തിന്റെ തട്ടിലേക്ക് ഇടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയപ്പോ ഹസനാത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും കുളിരും വന്നു. അദ്ദേഹം ചോദിക്കുന്നു, ഇത് എന്താണ്? ഈ കൊണ്ടുവന്നിട്ടത് എന്താണ്? എനിക്കറിയില്ലല്ലോ. നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു മലക്കാണ്. എന്ത് മലക്ക് എന്നറിയോ? ദിക്റ് ചൊല്ലുന്നത് പ്രത്യേകം മീതാൻ നിർദ്ദേശിക്കപ്പെട്ട മലക്കുകളെ കൂട്ടത്തിൽ ഒരു മലക്കാണ് ഞാന്. കൊണ്ടുവന്നിട്ട ദിക്റ് ഏതാന്നറിയുമോ? രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കുറെ കാലം നീ കിടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി, ഭക്ഷണം വാരിക്കോരി തരാൻ വേണ്ടി, വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ നിന്നെ അതാ ഒന്ന് പൊക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ചാരിയിരുത്തുമ്പോ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചുകൊണ്ട് നിന്റെ നാവിലൂടെ വന്നൊരു ദിക്റുണ്ട്, അല്ലാ അല്ലാ. സത്യത്തിൽ നീ മറന്നുപോയ ദിക്റാണത്. ഞാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള അമലായിട്ട് എഴുതി വെച്ച ദിക്റാണത്. അത് സാധാരണ കേൾക്കുന്നവരൊക്കെ പറയുന്നത് വേദന വരുമ്പോ പിന്നെ മനുഷ്യനെങ്ങനെ ചൊല്ലല്ലോ എന്നല്ലേ. സഹോദരങ്ങളെ, ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഏറ്റവും വലിയ അവലംബം അല്ലാഹുവാണ്. എന്നെ വേദന മാറ്റിത്തരാനും സുഖമാക്കി തരാനും സന്തോഷം തരാനും നല്ല ജീവിതം തരാനും ആർക്കും കഴിയില്ല. കഴിയുന്നവൻ അല്ലാഹുവാണ്. ചെരിഞ്ഞു കിടക്കുമ്പോ വേദന വരുന്ന ഉപ്പമാര് പറയുന്ന വാക്ക് ഓർമ്മയുണ്ടോ? അല്ലാ. ഒന്നങ്ങനെ പിടിച്ചിരുത്തുമ്പോ എത്ര അല്ല പറഞ്ഞിട്ടുണ്ട്. ചില ബാപ്പമാര് ഉമ്മമാര് ഭക്ഷണം കോരി കൊടുക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും പറയുന്നു അല്ലാ. വെള്ളം കുടിക്കുമ്പോ ഇറക്കാൻ കഴിയുന്നില്ല, പ്രയാസം അനുഭവിച്ചിട്ട് പതുക്കെ പതുക്കെ തായോട്ട് ഇങ്ങനെ ഇറക്കുമ്പോഴും പറയുന്നു അല്ലാ. അതേ, മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ അതാ മൂത്രത്തിൽ പൈപ്പിട്ടുകൊണ്ട് മൂത്രം പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഒന്ന് ആശ്വാസം കിട്ടിയിട്ട് ബെഡിൽ കിടത്തിയപ്പോഴും പറഞ്ഞു അല്ലാ. എത്ര വലിയ ബുദ്ധിമുട്ടാണ് മൂത്ര തടസ്സം കൊണ്ട് ഞാൻ അനുഭവിച്ചത്. ഇപ്പൊ ഒരു റാഹത്ത് കിട്ടിയല്ലോ. മലം പോകാതെ വിഷമം അനുഭവിച്ചപ്പോ വയറൊന്ന് കഴുകിയിട്ട്, അതേ കഴുകുന്ന രൂപത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി കടക്കയിലേക്ക് അങ്ങ് വെച്ചപ്പോഴും പറഞ്ഞു അല്ലാ. മുന്നിൽ വന്നിരിക്കുന്ന മലക്ക് പറയുന്നത് ആ ചായുമ്പോഴും ചെരിയുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും നിന്നെ പൊക്കിയെടുത്തപ്പോഴും ഒക്കെ നിന്റെ നാവിലൂടെ വന്ന അല്ലാ അല്ലാ അല്ലാ. നിന്റെ കണക്കിൽ സത്യത്തിൽ ആ ദിക്റില്ല, പക്ഷേ ഞാനത് എഴുതി വെച്ചു, അത് രേഖപ്പെടുത്തി വെച്ചു. നിനക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിന്റെ മീസാനിൽ കൊണ്ടുവന്നിടാൻ വേണ്ടി ഞാനത് കണക്കാക്കി വെച്ചു. അപ്പോഴാണ് നിന്റെ മീസാൻ ഹസനാത്തിന്റെ തട്ട് കനം കുറവാണ് എന്ന്
വിളിച്ചു പറയുന്നത് കേട്ടപ്പോ ഞാൻ ഓടി വന്നിട്ട് നിന്നെ ഒന്ന് സഹായിച്ചതാണ്. സഹോദരങ്ങളെ, അല്ലാ എന്നൊരു ദിക്ർ ഒരു മനുഷ്യൻ ചൊല്ലിയാല് അതേറ്റവും കൂടുതൽ ഓർമ്മയുള്ളവൻ നമുക്ക് ഓർമ്മയില്ലെങ്കിലും അല്ലാഹുവാൻ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ എത്രയാണോ അള്ളാഹുവിനെ ഓർക്കുന്നത് അതിനേക്കാളും അധികം അള്ളാഹു നമ്മളെ ഓർക്കും. എത്രയാണോ ഒരാൾ അള്ളാഹുവിനെ ഓർക്കുന്നത്, എത്രയാണോ ഒരാൾ അള്ളാഹുവിനെ പറയുന്നത്, ഏതെല്ലാം രൂപത്തിലാണോ അള്ളാഹുവിനെ പറയുന്നത്, അതൊരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണെങ്കിൽ റബ്ബ് തആല പറഞ്ഞില്ലേ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ മലഇഹി, അവൻ ഒരുമിച്ച് കൂടിയത് മനുഷ്യന്മാർക്കിടയിലാണ്. മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ടാണ്. ഒരു വീട്ടിലാണ്, അല്ലെങ്കിൽ വീട്ടുമുറ്റത്താണ്, അല്ലെങ്കിൽ ഇതുപോലൊരു സദസ്സിലാണ്, ഇതിനേക്കാളും വലിയ സദസ്സിലാണ്. അങ്ങനെ കൂടിയിട്ടാണ് ദിക്ർ ചൊല്ലിയത്. ആ ദിക്ർ ചൊല്ലിയിട്ട് അവൻ എന്നെ ഓർത്തില്ലേ, അവനെപ്പറ്റി ഞാൻ ഓർക്കുന്നത് ഈ ഒരുമിച്ച് കൂടിയവരെക്കാളും ഉന്നതരായ സമൂഹം ഉണ്ട്. ലക്ഷക്കണക്കിന് എണ്ണം അല്ലാഹുവിനല്ലാതെ അറിയാത്ത മാലാകമാരുണ്ട്. ആ മലക്കുകളോട് ഞാൻ ഈ വ്യക്തിയെ പറ്റി പറയും, അയാൾ ഇന്നെനിക്ക് ഇത്ര ദിക്ർ ചൊല്ലി. ഒരുപാട് ആളുകൾക്കിടയിൽ വെച്ചാണ് ദിക്ർ ചൊല്ലിയത്. അതെ, അതിലാരുണ്ട്? അതിലൊരുപാട് ദാക്കിരീങ്ങളുണ്ട്, ഒരുപാട് പ്രായമുള്ളവരുണ്ട്, തെറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ട്, നല്ല നല്ല ഉമ്മമാരുണ്ട്, നിസ്കാരം മുടക്കാത്തവരുണ്ട്, ജമാഅത്ത് ശ്രദ്ധിക്കുന്നവരുണ്ട്. എന്നാൽ അവരൊക്കെ ഒരുപാട് തെറ്റിന്റെ കറകൾ പുരണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത അടിമകളില്ലേ മലക്കുകൾ. ആ മലക്കുകളോടാണ് റബ്ബ് പറയുന്നത്, ആ മനുഷ്യൻ എന്നെ പറ്റി ഇത്ര ദിക്ർ ചൊല്ലി, എന്നെ ഓർത്തു, എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ എന്നോട് അവൻ ചൊല്ലി, എന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റു ചൊല്ലി. അതുപോലെ തന്നെ അസ്ഹാബുൽ ബദറിനെ ഓർത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. അതേ, എന്റെ അസ്മാ വിളിച്ചു, അസ്മാഉൽ ഹുസ്ന ചൊല്ലി. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ദിക്റിന്റെ മജ്ലിസില്ലേ, അതിലൊക്കെ കൂടണം. അതുപോലെ തന്നെ അസ്മാഉൽ ബദറിന്റെ മജ്ലിസില്ലേ, ആ മജ്ലിസിലൊക്കെ കൂടണം. അത് നമുക്ക് വലിയ വലിയ താല്പര്യം നൽകുന്ന, അള്ളാഹുവിൽ നിന്ന് നമ്മെ ഓർക്കാൻ കാരണമാകുന്ന വലിയൊരു സംരംഭമാണ് സഹോദരങ്ങളെ ദിക്ർ. അങ്ങനെ അള്ളാഹുവിനെ ഓർമ്മയുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും സായാഹ്നം, ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ അല്ലാഹു തആല അവന് കാവൽ നൽകുന്നു, അള്ളാഹുവിനെ ഓർക്കാനുള്ള നല്ല മനോധൈര്യം നൽകുന്നു. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്തും ആ ഓർമ്മ നിലനിൽക്കുന്നത്. അപ്പോഴും ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും ചൊല്ലുന്നത് അങ്ങനെയാണ്. ഈ മാസം ലോകം അനുസ്മരിക്കുന്ന വലിയ മഹാനല്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വഫാത്തിന്റെ മുമ്പ് ഒരു മാസം മഹാനവറുകൾ രോഗഗ്രസ്തനായി കിടന്നു. കാര്യമായിട്ട് രോഗം വന്നത് പള്ളക്കായിരുന്നു. പള്ളക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ അതിൻ്റെ ബാധ ഉണ്ടാകുക. അല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കേന്ദ്ര പ്രദേശമല്ലേ വയറ് എന്ന് പറയുന്നത്. വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അത് അറിയും. പ്രധാനമായും നമ്മളെ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പാനീയങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്ന ഇടമാണല്ലോ. അത് ദഹിക്കുന്നതും അത് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതും അത് പല ഭാഗങ്ങളിൽ പോയി ഒത്തുകൂടുന്നതും, ചിലത് രക്തമായിട്ടും ചിലത് ജലമായിട്ടും ചിലത് പല രൂപത്തിൽ രൂപഭാവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാറുന്നതൊക്കെ വയറിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അതുകൊണ്ട് വയറിന് മഹാനവറുകൾക്ക് അസുഖം വന്ന് അങ്ങനെ കിടപ്പിലായ ഒരു മാസം. എത്ര വലിയ ദാക്കിറാണ് മഹാനവറുകൾ. രോഗം ബാധിച്ച് കിടക്കുമ്പോഴൊക്കെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വഫാത്തിന്റെ ടൈമായപ്പോ മഹാനവറുകൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. നല്ല വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് കുളിച്ചു, ഉളു എടുത്തിട്ട് നല്ല കുളി കുളിച്ചു, സ്വന്തമായിട്ട് തന്നെ കുളിച്ചു. കുളിച്ചിട്ട് വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. നല്ല വസ്ത്രം മാറി. വസ്ത്രം മാറിയിട്ട് സാധാരണ കിടക്കുന്ന കട്ടിലേക്ക് അങ്ങോട്ട് കയറിക്കിടന്നു. ഒറ്റ തവണ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നൊരു സംസാരമില്ല.
ഒരൊറ്റ ദിക്ർ ചൊല്ലി. നിങ്ങൾ നോക്ക്, ആ സമയത്തുള്ള ദിക്ർ ചൊല്ലാൻ ഉള്ള പ്രത്യേക ഓർമ്മ. ജീവിതത്തിലൊക്കെ ദിക്ർ ഇങ്ങനെ ചൊല്ലി ശീലിച്ച് എല്ലാ ദിവസവും ദിക്ർ വിടാതെ, നിസ്കാരത്തിന്റെ ശേഷവും ഉണ്ട് ദിക്ർ, കിടന്നുറങ്ങുമ്പോഴുണ്ട് ദിക്ർ, എണീറ്റാലും ഉണ്ട് ദിക്ർ. ദിക്ർ അങ്ങനെ ഓർമ്മപ്പെടുത്തി നടക്കുന്ന ആൾക്ക് മരണത്തിന്റെ നേരത്തും അല്ലാഹു നല്ല ഹിമ്മത്ത് നൽകും, നല്ല മനോധൈര്യം നൽകും. ആ മനോധൈര്യം കിട്ടുമ്പോൾ ദിക്ർ ചൊല്ലാൻ എളുപ്പമാകും, മനസ്സിന് നല്ല ഉണർവ് കിട്ടും. അല്ലാഹു നമുക്ക് നല്ല സന്തോഷം നൽകുമാറാകട്ടെ.